ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി ഫുഡ്. ഇന്ന് നമ്മൾ പാവയ്ക്ക കൊണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്താൽ പിന്നെ ഇതേപോലെ പാവയ്ക്ക കിട്ടിയാൽ നിങ്ങൾ ഈ ടൈപ്പ് കറി തന്നെ വെക്കുള്ളൂ. അപ്പം നമുക്ക് കാണാം. ഞാനിവിടെ 2 പാവയ്ക്ക ക്ലീൻ ചെയ്ത് നന്നായി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തവ എടുത്തിട്ടുണ്ട്. തവയിൽ 2 സ്പൂണ് എള്ളാണ്. എള്ള് ഫ്രൈ ചെയ്ത് ഇത് പൊട്ടി വരുന്ന നമുക്കത് എല്ലാം നന്നായി റോസ്റ്റ് ആയതിനു ശേഷം മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് 2 സ്പൂണ് മല്ലിയാണ്. മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട് 2 സ്പൂണ്. മല്ലി നമുക്ക് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ചെറിയ തീയിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്, കരിഞ്ഞു പോകാണ്ട് നോക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒരു ചെറിയ ആയി വന്നതിന് ശേഷം നമുക്ക് 1/2 സ്പൂണോളം ഉഴുന്ന് ചേർക്കാം. ഇതിൽ ഉഴുന്ന് ചേർത്ത് അതും കൂടി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കാം. ഇനി വേണ്ടത് 1/2 സ്പൂണ് മുളക് പൊടിയും 1/4 സ്പൂണ് കുരുമുളക് പൊടിയും അതും കൂടി നന്നായി പച്ചമണം മാറണ വരെ വറുത്തെടുക്കാം. ഇനി കായാണ് വേണ്ടത്. 2 നുള്ള് കായം കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് 2 പാവയ്ക്ക ക്ലീനാക്കി കട്ട് ചെയ്തതാണ്. അതവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഈ എള്ള് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത മല്ലി, മുളക്, കായം പൊടി, ഉഴുന്ന് ഒക്കെ കൂടി അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അതും പൊടിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലൊരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, ഞാനിതിൽ 8 ചെറിയ ഉള്ളിയോളം എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞതാണ്. അതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായി മൂത്ത് വരുമ്പോൾ നമ്മൾ ക്ലീനാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിൽ ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കറിക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടി എല്ലായിടത്തും മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇനി ചെറിയ സ്പൂണ് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പുളി ഞാൻ ഈ കറിക്ക് എടുത്തിരിക്കുന്ന ഒരു ലെമണിൻ്റെ സൈസുള്ള പുളിയാണ്. അത് വെള്ളത്തിലിട്ട് നന്നായി നമുക്കത് പിഴിഞ്ഞൊഴിക്കാം. പിഴിഞ്ഞൊഴിച്ച് ഒക്കെ കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഈ മല്ലിയും മുളകൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി 4 പച്ചമുളക് നീളത്തിൽ കീറിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇനി ഒരു 6 മിനിറ്റോളം ഇത് അടച്ചിട്ട് വേവിക്കാം. ഈ കറീൻ്റെ ലാസ്റ്റ് സ്റ്റേജായി ഒരു പീസ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ എള്ള് പൊടിച്ചതും കൂടി, നേരത്തെ എള്ള് വറുത്ത് പൊടിച്ചതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം, കട്ടിയാണെങ്കിൽ. നമ്മൾ ഇനി ഒരു തിള വന്നതിന് ശേഷം നമ്മളെ കറി റെഡിയായി. ഇത് നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ ഈ സെയിം റെസിപ്പി തന്നെ പാവയ്ക്ക കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുള്ളൂ, ഉറപ്പായിട്ടും. വളരെ എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാവയ്ക്ക കറി ഇത് ബൗളിലോട്ട് മാറ്റി. നമ്മൾ ഇനി പാവയ്ക്ക ആരും ഇഷ്ടമില്ല എന്ന് പറയില്ല. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയ എല്ലാവരും ഇഷ്ടത്തോടെ കൂടി തന്നെ കഴിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ചാനലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.